ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നാരായണീയം 35-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. അങ്ങനെ ഹനുമാന്റെ നേതൃത്വത്തിൽ തെക്കുഭാഗത്തേക്ക് പോയ വാനര സമൂഹം ഒരു സമുദ്രത്തിന്റെ തീരത്താണ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ വിഷമിച്ചു. അങ്ങനെ എല്ലാവരും തളർന്ന അവശരായി ആ സമുദ്ര തീരത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്ത ഗുഹയിൽ വസിച്ചിരുന്ന സമ്പാതി എന്ന പക്ഷിശ്രേഷ്ഠൻ ഈ വാനര സമൂഹത്തെ കാണുകയാണ്. പിന്നീട് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തുന്നു. അവിടെ അശോകവനിയിൽ ശിംശിപാവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന സീതയെ കാണുന്നു. രാമൻ കൊടുത്ത മോതിരം സീതയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ സീതയുടെ കയ്യിൽ നിന്ന് ചൂടാരത്നവും വാങ്ങിക്കൊണ്ട് പോന്ന് ശ്രീരാമന് കൊടുക്കുന്നു. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വിവരിച്ചിരിക്കുന്നത്. വാർത്താ കർണനോദ്യ ഗുരുദുരുജവ സമ്പാതി വാക്യ പ്രോത്തീർണാർണവോദിഹി അന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാ അങ്കുലീയം പ്രക്ഷുബ്ധ്യ ഉദ്യാനം അക്ഷക്ഷപണ ചണരണഃ സോഡബന്ധഃ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടിതി സഹ ഹനുമാൻ മൗലിരത്നം ദദൗതേ. ത്വദ്വാർത്താകർണനോദ്യ ഗുരുദുരുജവ സമ്പാതി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനഗജാം വീക്ഷ്യ തത്വാങ്കുലീയം പ്രക്ഷുബ്ധ്യോദ്യാനമക്ഷക്ഷപണ ചണരണ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗതേ. ത്വദ്വാർത്താകർണന തിന്തിരിവടിയുടെ കഥ കേട്ടപ്പോൾ, ശ്രീരാമനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഹനുമാൻ, അംഗദൻ മുതലായ വാനരന്മാർ സമുദ്രതീരത്തിലിരുന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനടുത്ത് ഒരു ഗുഹയിൽ സമ്പാതി എന്ന പക്ഷിശ്രേഷ്ഠൻ വസിച്ചിരുന്നു. ആ സമ്പാതി ഈ വാനരന്മാരെ കണ്ട് പുറത്തേക്ക് വന്നു. സമ്പാദിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നില്ല, ചിറകുകൾ കരിഞ്ഞിരുന്നു. തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമായല്ലോ എന്ന് കരുതിയിട്ടാണ് സമ്പാതി ആദ്യം വരുന്നത്. എന്നാൽ ഈ വാനരന്മാരുടെ സംസാരം കേട്ടപ്പോൾ, വാനരന്മാർ സംസാരിച്ചിരുന്നത് ശ്രീരാമന്റെ കഥകളാണ്. അങ്ങനെ ശ്രീരാമനെ പറ്റിയുള്ള കഥകളും തൻ്റെ അനുജനായ ജടായുവിനെ പറ്റിയെല്ലാം പറയുന്നത് കേട്ടപ്പോൾ സമ്പാതി അവരുടെ അടുത്തേക്ക് വന്നു. ആ കഥകൾ കേട്ടപ്പോൾ തന്നെ, അതാണ് ഇവിടെ പറയുന്നത്, നിന്തിരുവടിയുടെ കഥകൾ കേട്ടപ്പോൾ ത്വദ്വാർത്താ കർണനോദ്യ ഗുരുദുരുജവ സമ്പാതി, ശ്രീരാമന്റെ ചരിത്രങ്ങൾ കേട്ടപ്പോൾ സമ്പാദിക്ക് ചിറകുകളെല്ലാം മുളയ്ക്കാൻ തുടങ്ങി. ചിറകുകൾ മുളച്ചു വന്നു. അങ്ങനെ വേഗത്തിൽ സമ്പാതി പറന്നുയർന്നു. എന്നിട്ട് പറന്നുയർന്ന് സീത എവിടെയാണ് എന്നുള്ളത്, ലങ്കയിൽ സീത എവിടെ ഇരിക്കുന്നു എന്ന് കണ്ട് തിരികെ വാനരന്മാരുടെ അടുത്ത് വന്ന് അവരോട് പറയുകയാണ് സീത എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സമ്പാതി പറന്നുപോയി. സമ്പാതി വാക്യ പ്രോത്തീർണാർണോധി, ആ സമ്പാദിയുടെ വാക്കുകൾ കേട്ടിട്ട് സമുദ്രം ചാടിക്കടന്ന് സഹ ഹനുമാൻ, ആ ഹനുമാൻ അന്തർനഗരി, ലങ്കാനഗരിയുടെ ഉള്ളിൽ ജനഗജാം വീക്ഷ്യ, സീതയെ കണ്ട് അങ്കുലീയം ദത്വ, അങ്കുലീയം കൊടുത്തു. ഉദ്യാനം പ്രക്ഷുബ്ധ്യ, അശോകോദ്യാനം തകർത്ത് അക്ഷക്ഷപണ ചണരണഃ, ആ യുദ്ധത്തിൽ അക്ഷകുമാരനെ കൊന്ന് സോഡബന്ധഃ, ബ്രഹ്മാസ്ത്രബന്ധം അനുഭവിച്ച് ദശാസ്യം ദൃഷ്ട്വ, രാവണനെയും കണ്ട് ലങ്കാം ച പ്ലുഷ്ട്വാ ഝടിതി, ലങ്കയെയും ദഹിപ്പിച്ച് വളരെ വേഗത്തിൽ തേ മൗലിരത്നം ദദൗ, ഭഗവാനെ അവിടത്തേക്ക് ചൂടാരത്നം കൊണ്ടുവന്നു തന്നു. ജടായുവും സമ്പാദിയും സഹോദരന്മാരാണ്. പണ്ട് രണ്ടുപേരും, രണ്ട് സഹോദരന്മാർ തമ്മിൽ ഒരു മത്സരം നടത്തുകയാണ്, ആർക്കാണ് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ സാധിക്കാന്ന്. അങ്ങനെ രണ്ടുപേരും ഉയർന്നുയർന്ന് പറക്കാൻ തുടങ്ങി. അങ്ങനെ തീക്ഷ്ണമായ സൂര്യരശ്മികളേറ്റാണ് സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞ് സമ്പാദി താഴേക്ക് വീഴുന്നത്. അങ്ങനെ സമ്പാദിക്ക് ചിറകുകൾ നഷ്ടപ്പെട്ട് പറക്കാൻ വയ്യാതാകുന്നു. അങ്ങനെ സമ്പാദി അങ്ങനെ ഒരു ഗുഹയിൽ അങ്ങനെ വസിക്കുന്ന സമയത്താണ് അംഗദാദി വാനരന്മാരെല്ലാവരും സീതാന്വേഷണവുമായി ഈ സമുദ്രതീരത്തെത്തുന്നത്. അംഗദാദി വാനരന്മാർ പറയുന്ന ശ്രീരാമചരിത്രങ്ങൾ കേട്ടിട്ട്
സമ്പാദിക്ക് ചിറകുകൾ മുളക്കിയാണ്. അങ്ങനെ സമ്പാദി പറന്നുയർന്ന് സീത ലങ്കയിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കി കാണുന്നു. അങ്ങനെ തിരികെ വന്ന് വാനരന്മാരുടെ അടുത്ത് ഈ സമുദ്രത്തിന് 100 യോജന വിസ്തീർണമുണ്ടെന്നും ഈ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തിയാൽ അവിടെ അശോകവനിയിൽ സീത ഇരിക്കുന്നുണ്ടെന്നും ഉള്ള വിവരം സമ്പാദി വാനരന്മാരെ ധരിപ്പിച്ചു. എന്നിട്ട് സമ്പാദി പറന്നുപോയി. അപ്പൊ ആർക്കാണ് ഈ സമുദ്രം ചാടാൻ സാധിക്കുക എന്ന് എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്തു. എന്നാൽ ആർക്കും 100 യോജന ചാടാൻ ആർക്കും ശക്തിയില്ലായിരുന്നു. ഹനുമാന്റെ ബലം, ഹനുമാന്റെ ശക്തി എന്താണ് എന്നുള്ളത് ജാംബവാനാണ് ഹനുമാന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ തന്റെ ശക്തി മനസ്സിലാക്കിയ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തുന്നു. അവിടെ അശോകവനിയിൽ സീതയെ കാണുന്നു. രാമൻ കൊടുത്തയച്ച മോതിരം സീതയ്ക്ക് കൊടുക്കുന്നു. താനിവിടെ വന്ന വിവരം രാവണനെ അറിയിക്കണമെന്ന് കരുതി അശോകവനമാകെ തല്ലി തകർക്കുന്നു. തന്റെ നേരെ എതിരിടാൻ വന്ന രാക്ഷസന്മാരെ എല്ലാം ഹനുമാൻ വധിക്കുന്നു. രാവണന്റെ പുത്രനായ അക്ഷകുമാരനും കൊല്ലപ്പെടുന്നു. രാവണന്റെ മറ്റൊരു പുത്രനായ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധനസ്ഥനാക്കി രാവണന്റെ മുന്നിലേക്ക് എത്തിക്കുന്നു. രാവണന്റെ ആജ്ഞപ്രകാരം രാക്ഷസന്മാർ ഹനുമാന്റെ വാലിന് തീ കൊളുത്തുന്നു. ഹനുമാൻ ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ച് തിരികെ സീതയുടെ അടുത്ത് വന്ന് അനുമതി വാങ്ങി സീത കൊടുത്ത ചൂടാരത്നവും കൊണ്ട് സമുദ്രം ചാടിക്കടന്ന് മടങ്ങി വന്ന് ശ്രീരാമന്റെ അടുത്ത് ചെന്ന് ചൂടാരത്നം ശ്രീരാമന് കൊടുക്കുകയും ചെയ്യുന്നു. തദ്വാർത്താകർണനോദ്യദ്ഗുരുദുരുജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാംഗുലീയം പ്രക്ഷുദ്യോദാനമക്ഷക്ഷപണചണരണ സോഡബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ചടിതി ഹനുമാൻ മൗലിരത്നം ദദൗ തേ.